അഭിവാദ്യങ്ങൾ 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 ശോഭാജി അഭിവാദ്യങ്ങൾ ശോഭാജി അഭിവാദ്യങ്ങൾ 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 ശോഭാജി അഭിവാദ്യങ്ങൾ ശോഭാജി അഭിവാദ്യങ്ങൾ വന്ദേ മുത്തേ ശോഭാജി വന്ദേ മുത്തേ ശോഭാജി വന്ദേ മുത്തേ ശോഭാജി ഇതൊന്നും ഒതുങ്ങി നിൽക്കുന്ന അകലെയില്ല നിങ്ങള് നീങ്ങുന്നില്ല ഭാരത് മാതാ കി ഭാരത് മാതാ കി വീഡിയോ എടുക്കാനുള്ള അവസരം തന്നെ ചേട്ടാ ചേട്ടാ ഒന്ന് ചോദിക്കേടാ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് ബോലോ 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 ബിജെപി ജയ് ജയ് ശോഭാജി ജയ് ജയ് ശോഭാജി ജയ് ജയ് ശോഭാജി ജയ് ജയ് ശോഭാജി ആലപ്പുഴയുടെ മണിമുത്തേ ആലപ്പുഴയുടെ മണിമുത്തേ ശോഭച്ചേച്ചിക്ക് എല്ലാ ആലപ്പുഴയില് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകരോട്. ആദ്യത്തെ പണി എന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കലാണ്. അപ്പൊ അതിനുള്ള സംവിധാനം ഞാൻ ചെയ്യും. ഞാൻ കഴിഞ്ഞ 30 വർഷം രാജ്യം മുഴുവൻ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ആലപ്പുഴയുടെ മണിമുത്തേ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി. സമയം വളരെ വൈകിട്ടുണ്ട് പെട്ടെന്ന് ഇട്ടോടൊന്ന് മാറി നിങ്ങളുടെ വണ്ടിയോട്ട് നിങ്ങളുടെ വണ്ടിയോട്ട് പൊയ്ക്കോ. നിങ്ങൾ ചാനലിന് കൊടുക്കട്ടെ നിങ്ങളെ സ്വീകരിച്ചേച്ച് അങ്ങ് പൊയ്ക്കോ. വണ്ടി എടുത്തോട്ട് പൊയ്ക്കോ. ഈ പണി പറ്റില്ല. ക്യാമറ കൊണ്ട് കേട്ടേക്കുണ്ട്. നിങ്ങളെ വണ്ടി എടുത്തോട്ട് പൊയ്ക്കോട്ടോ. ഒരു മിനിറ്റ് ഞങ്ങൾ ഒരു ബൈക്ക് ഒന്ന് എടുത്തോട്ടെ മാഡം. താമസിക്കല്ലേ കഴിഞ്ഞല്ലോ മോളെ അങ്ങെടുത്തോ അങ്ങോട്ട് ഇവിടെ പരാതി ചേച്ചി ചേച്ചി ഒരു ബൈക്ക് മാഡം അത് കിടന്നോട്ടെ. സൈഡിലോട്ട് പോകണേ സൈഡിലോട്ട് പോകണേ. അവർക്ക് ആ കൊച്ചിട്ടത് എടുത്തില്ലേ? ഞാനെടുത്ത് മാറിക്കാം നമ്മളെ ചേട്ടാ ഇച്ചിരി ബാക്കിലോട്ട് ഇങ്ങനെ ഇത് എനിക്ക് തരണം ഇച്ചിരി ബാക്കിലോട്ട് നിങ്ങൾ ഒരു ബൈറ്റ് ഒന്ന് എടുക്കട്ടെ മാഡത്തിന്റെ വല്ലവിട്ടത്തെ ഇച്ചിരി ബാക്കിലേക്ക് സ്കൂളിൽ ആരോടെങ്കിലും വരാൻ പറഞ്ഞാൽ എന്തെല്ലാം വണ്ടിയിൽ വെക്കാം.
അനി എച്ചിരി നീക്കി നമുക്ക് സെന്ററിൽ നിന്ന് മാറും. സൈഡിൽ വാ, ഞങ്ങൾക്ക് ഇത് ചാനലിന് കയറണ്ടേ. ആ പറഞ്ഞാട്ടെ മാഡം. ഓ, ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ പോരാട്ടങ്ങൾക്ക് എന്നോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കേണ്ടി വരും. കാരണം എനിക്കിതൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മാത്രമല്ല. കഴിഞ്ഞ എത്രയോ നാളുകളായി കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അവരോടൊപ്പം നിൽക്കാൻ, ആ കേസന്വേഷണങ്ങളെ പുറത്തു കൊണ്ടുവരാൻ, അത് ഏത് ജില്ലയിലെ വിഷയമാണെങ്കിലും മുൻനിരയിൽ നിൽക്കാൻ അവരുടെ വീട്ടിലെ ഒരംഗം പോലെ ഞാൻ ഉണ്ടായിരുന്നു. അത് കരുവണ്ണൂർ കേസിലും എനിക്ക് എന്റേതായിട്ടുള്ള പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കരിമണൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ, ഈ നാട്ടിൽ ആവശ്യമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് BHEL-നേക്കാൾ പ്രൗഢമായി നമുക്ക് ഈ സിർക്കോണിയത്തിനെയും ബ്രുസൈറ്റിനെയും അതുപോലെ തന്നെ മോണോസൈറ്റിനെയും ഒക്കെ വേർതിരിച്ച് വിൽപ്പന നടത്തി, അങ്ങനെ വേണമെങ്കിൽ തന്നെ വികസനം വേണമെങ്കിൽ ആ തീരത്ത് ജീവിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്ത് ദേശീയ തലത്തിൽ ഹൈവേക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പണം എണ്ണിക്കൊടുക്കുന്നത് പോലെ എണ്ണിക്കൊടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അവരുടെ ജനസഭ നടത്തിക്കൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊണ്ടുപോകാൻ തട്ടിയെടുക്കാനുള്ള പണമല്ല. ഇത് UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കരിമണൽ കർത്തയ്ക്ക് മണൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് INTUC-യുടെ നേതാവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ CITU-വിന്റെ നേതാവ് അതുപോലെ എളമരം കരീമും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സമരത്തിനു വേണ്ടി പോയതെങ്കിൽ ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്കിവിടെ പൂട്ടിക്കെട്ടിയ കയർ ഫാക്ടറിയെ പുനരുദ്ധരിക്കണം. നമുക്കിവിടെ ഫിഷറീസിന്റെ മേഖലയെ പര്യാപ്തമാക്കണം. നമുക്ക് ഈ പ്രദേശത്ത് തന്നെ ആലപ്പുഴയിൽ 1-ാം തരം ഹാർബർ ഉണ്ടാകണം. നമുക്ക് ഇവിടത്തെ ശുദ്ധജലം ജൽനൽ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് മോദിജി കൊണ്ടുവന്ന എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നമുക്കുണ്ടാകണം. 10,000 വീട് മാത്രമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവിടേക്ക് കിട്ടിയിട്ടുള്ളത്. പോരാ, ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ എല്ലാവർക്കും വീടുണ്ടാകണം, വീട് കൊടുക്കാൻ സാധിക്കണം. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടല്ല ഞാൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കുന്നത്. ടൂറിസത്തിന് ഏറ്റവും വികസന സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. അപ്പൊ ഇതെല്ലാം ചെയ്യാനായിട്ട് ഭാഗ്യവശാൽ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരിചയമുണ്ട്, കേന്ദ്രമന്ത്രിമാർ സുഹൃത്തുക്കളായിട്ടുണ്ട്, മുഖ്യമന്ത്രിമാർ പരിചയക്കാരായിട്ടുണ്ട്. എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാം സ്നേഹവും ആദരവും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ എനിക്ക് കൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിറകിൽ KC വേണുഗോപാലിന്റെ ആളുകളുണ്ട്. ആളുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ സാധാരണപ്പെട്ട പ്രവർത്തകരല്ല, അവർക്കെല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ വലിയ തീവട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഗുണ്ടാ മാഫിയ നേതാക്കന്മാർ, ആ നേതാക്കന്മാരിൽ ചിലർ ഒന്ന് പരിശോധിച്ചു നോക്കിയാണ് ശോഭാ സുരേന്ദ്രൻ എങ്ങാനും ഭയപ്പെടുമോ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഈ പണപ്പെട്ടിയുടെ കിലുക്കം കണ്ടാൽ ഒന്ന് തകരുമോ, വഴിമാറുമോ? ഞാൻ ഈ പണി, അതായത് ഈ പൊതുപ്രവർത്തനം എന്നുള്ള ജോലി, അത് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 30 വർഷമായി. 30 വർഷത്തില് ഇപ്പൊ ഞാനൊരു 50 വയസ്സ് എനിക്ക് ആകാൻ പോവുകയാണ്. അത് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വെച്ചാണ് എന്റെ 50ാമത്തെ വയസ്സ് തികയാൻ പോകുന്നത്. അപ്പോ ഇതൊന്നും കണ്ട് പേടിച്ച് പിന്മാറുമെന്നുള്ള ധാരണയൊന്നും വേണ്ട. സമരരംഗത്ത് ഞാൻ ഉണ്ടാകും. 3 ലക്ഷത്തിലധികം വരുന്ന തൊഴിൽ പാവപ്പെട്ടവന്റെ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിച്ച് PSC-യിലെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന സമയത്താണ് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എല്ലാവരും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരണം. നിങ്ങളും ഞാനും എന്നില്ല, നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, ഒരാൾ പറയുന്നുണ്ട് ഹൃദയത്തിലുണ്ട്, ഒരാൾ പറയുന്നുണ്ട് അരികിലുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നത് കൂടെയുണ്ട്. നിങ്ങൾ മുന്നിൽ നിൽക്കണ്ട, ഞാൻ മുന്നിൽ നിൽക്കാം, എന്നോടൊപ്പം നിങ്ങൾ വന്നാൽ മതി എന്നുള്ള മുദ്രാവാക്യമാണ് ഞാൻ ഇവിടുത്തെ പാർലമെന്റിലെ എന്റെ സഹോദരി സഹോദരന്മാരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട്
ഒന്നിങ്ങനെ ഇച്ചിരി ബാക്കിലേക്ക് വന്നാലേ ഇച്ചിരി ബാക്ക് അഭിവാദ്യങ്ങൾ ശോഭചേച്ചിക്ക് അഭിവാദ്യങ്ങൾ ശോഭാജിക്ക് അഭിവാദ്യങ്ങൾ ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ജയ് 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 എൻഡിഎ വന്ദേ മുക്ത ശോഭാജി വന്ദേ മുക്ത ശോഭാജി ഫോട്ടോ